പരീക്ഷയില്ലാതെ, ഫിസിക്കൽ ഇല്ലാതെ, ഇൻ്റർവ്യൂ ഇല്ലാതെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ബേസിൽ, 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ ബേസിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പുതിയൊരു അപേക്ഷ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രാമീൺ തക് സേവക് നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട്. അതിന് അപേക്ഷിക്കേണ്ട യോഗ്യത, പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള, മൊബൈൽ ഫോണിലൂടെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വിവരങ്ങളും നോട്ടിഫിക്കേഷനൊക്കെ മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ വീഡിയോ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം. എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. എനിവേ, നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട്. എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് ഗ്രാമീൺ തക് സേവക്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശമായിട്ടുണ്ട്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 10/2/2025 ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 3/3/2025. അതായത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനിയും നീട്ടിവെക്കേണ്ട. വളരെ പെട്ടെന്ന് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞവരാണ് എന്തെങ്കിലും അപേക്ഷയിൽ തിരുത്തൽ വരുത്തണമെന്നുണ്ടെങ്കിൽ 6/3/2025 മുതൽ ഏകദേശം 8/3/2025 വരെ അപേക്ഷയിൽ തിരുത്തൽ വരുത്തുവാനുള്ള സമയം കൂടി നൽകുന്നുണ്ട്. നോട്ടിഫിക്കേഷനിലുമായിട്ടുള്ള പോസ്റ്റുകളുടെ ജോബിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ ജോലികൾ നിങ്ങൾ ചെയ്യേണ്ടി വരും, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചുവടെ ബാക്കിയുള്ള പോസ്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ കൊടുത്തത് കാണാൻ സാധിക്കും. പിന്നെ ദാക് സേവകിൻ്റെ കൊടുത്തത് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇതിൻ്റെ ശമ്പള സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് 12,000 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതുപോലെ തന്നെ ദാക് സേവക്, ഈ പോസ്റ്റിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതലാണ് പറയുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. SC/ST 5 വർഷത്തെയും OBC 3 വർഷത്തെയും പ്രായത്തിലുള്ളവാണ് നൽകപ്പെടുന്നത്. സോ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് മതി. 10th പാസ്സായിരിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ദി ആപ്ലിക്കൻ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദി ലോക്കൽ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് അപ് ടു 10th സ്റ്റാൻഡേർഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരളത്തിലേക്ക് അപേക്ഷിക്കുമ്പോൾ മലയാളമാണ് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ 10th പഠിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഷുഡ് ഹാവ് സ്റ്റഡി ദി ലോക്കൽ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് അപ് ടു 10th ക്ലാസ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സൈക്കിൾ ഓടിക്കാനുള്ള അറിവ്, പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ. അതായത് സാലറി വളരെ കുറവാണ് തുടക്ക സമയത്ത് ലഭിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അപേക്ഷിക്കാൻ നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. മിനിമം 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിൻ്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അപേക്ഷിക്കുന്ന വീഡിയോ, അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ, ഇത് രണ്ടും നമ്മൾ മുൻപ് ചെയ്തതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. വനിതകൾ ഫീസ് അടക്കേണ്ട, SC/ST ഉദ്യോഗാർത്ഥികൾ ഫീസ് അടക്കേണ്ട. ബാക്കിയുള്ള എല്ലാവർക്കും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ ഇതിന് പരീക്ഷ, ഇൻ്റർവ്യൂ, ഫിസിക്കൽ അങ്ങനെ യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ ബേസിൽ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങളെ സെലക്ഷൻ നടത്തുക. മെറിറ്റ് ലിസ്റ്റ് ഇട്ട് സെലക്ഷൻ നടത്താൻ ശ്രദ്ധിച്ചിരിക്കുക. വേറെ മറ്റൊന്നുമില്ല. ജസ്റ്റ് 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ നടത്തും. അപ്പോൾ 100 രൂപ അപേക്ഷാ ഫീസ് ജനറൽ OBC EWS ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ടിയും ഉണ്ട് എന്നും കൂടി പ്രത്യേകം ഓർക്കുക.